ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ജീവിതത്തിൽ ഡിസപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ നിരാശ ഫേസ് ചെയ്യാത്തവരായി ആരും തന്നെ കാണില്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഡിസപ്പോയിന്റ്മെന്റ്സ് പല സാഹചര്യങ്ങളിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഡിസപ്പോയിന്റ്മെന്റ്സ് ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ ശക്തമായ രീതിയിൽ അതിനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിരാശയെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതേപോലെ മോട്ടിവേഷണൽ ആയ ടോക്സ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഡിസപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ നിരാശ കവറപ്പ് ചെയ്യാനായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ളത് പെർമനന്റ് ആയ ഒന്നുള്ളതല്ല, കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായി നാം ചെയ്യേണ്ടത്. KFC തുടങ്ങിയ കേണൽ സാൻഡൽസ് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഡിസപ്പോയിന്റ്മെന്റ് ഫേസ് ചെയ്തൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പണിയാനായി ഇറങ്ങിത്തിരിച്ച ജോൺ അഗസ്റ്റസ് റോബലിംഗ് തളർച്ച ബാധിച്ച് കട്ടിലിൽ കിടക്കുമ്പോൾ അദ്ദേഹവും ഡിസപ്പോയിന്റ്മെന്റ് ഫേസ് ചെയ്ത ആളാണ്. വലിയൊരു കമ്പനി അല്ലെങ്കിൽ വലിയൊരു വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിന് മുന്നിൽ സ്ട്രൈക്ക് വന്ന സമയത്ത് വാൾട്ട് ഡിസ്നിയും ഡിസപ്പോയിന്റ്മെന്റ് ഫേസ് ചെയ്തതാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പലപ്പോഴും ഡിസപ്പോയിന്റ്മെന്റ്സ് ഫേസ് ചെയ്യുന്നവരാണ്. ഈ ഡിസപ്പോയിന്റ്മെന്റ്സിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ശക്തമായി മുൻപോട്ട് പോയിട്ടുള്ള ആളുകളാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ഡിസപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് ശക്തമായി മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ്സിനെ കവർ ചെയ്യാം? സ്റ്റെപ്പ് നമ്പർ 1 ഇതാണ്: അക്നോളജ്. നിങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിരാശയുണ്ട് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പല വ്യക്തികളെ സംബന്ധിച്ചും ജീവിതത്തിൽ മാനസികമായി ഇതേപോലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, നിരാശ ഉണ്ടാകുമ്പോൾ തനിക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാവാറില്ല. ഇങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത വഴി ആ ഡിസപ്പോയിന്റ്മെന്റ് ലൈഫ് ലോങ് ആയി കൂടെ തന്നെ കാണും എന്നുള്ളതാണ് കുഴപ്പം. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിരാശ ഉണ്ടാവുന്ന സാഹചര്യം വന്നാൽ അത് അംഗീകരിക്കുക. കാര്യം നമുക്കത് അംഗീകരിച്ചാൽ മാത്രമേ എടുത്തു മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ കുറച്ച് വേസ്റ്റ് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അവിടെ വേസ്റ്റ് ഉണ്ട്, അത് വേസ്റ്റ് ആണ് എന്ന് അംഗീകരിച്ചാലേ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തതിന് ശേഷം I can do this, I will make this, I will go through this situation എന്ന ഉറച്ച തീരുമാനം എടുക്കുക. ഒരു കാരണവശാലും നമുക്കുണ്ടാവുന്ന നിരാശയോ ഡിസപ്പോയിന്റ്മെന്റ്സോ നമുക്ക് ഉള്ളിലുള്ള ആത്മവിശ്വാസത്തെ കെടുത്താൻ അനുവദിക്കരുത്. മറിച്ച് അതിനെ കവറപ്പ് ചെയ്ത് മുൻപോട്ട് പോകുമെന്ന് ശക്തമായി തീരുമാനമെടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്: ലേൺ ഫ്രം പെയിൻ. നമുക്കുണ്ടാവുന്ന വേദനയിൽ നിന്നും പഠിക്കാൻ തയ്യാറാവുക. വേദന ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിരാശ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഈശ്വര എന്താണ് എന്നോട് ഇങ്ങനെ എന്ന് ചിന്തിക്കാതെ എനിക്കുണ്ടായ ഈ സാഹചര്യത്തിൽ നിന്നും എന്ത് പഠിക്കാം എന്ന് ആലോചിക്കുക. ആ ലേണിംഗ് എടുക്കാൻ തയ്യാറാവുക. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? എങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായത്? ഇനി എങ്ങനെ ഇത് ഉണ്ടാവാതെ എനിക്ക് സൂക്ഷിക്കാം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ നാം ഉത്തരം കണ്ടെത്തുക. അത് നമുക്ക് തരുന്നത് വലിയ രീതിയിലുള്ള ഒരു പഠനമായിരിക്കും, ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആയിരിക്കും നമുക്ക് അതിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡിസപ്പോയിന്റ്മെന്റ്സ് വരുന്ന സമയത്ത് അതിൽ നിന്നും കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിവ് ഉണ്ടാക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ചേഞ്ച് പെയിൻ ടു ആക്ഷൻ. നമുക്കുണ്ടാകുന്ന വേദന എന്ന വികാരം നമുക്കൊരു പ്രത്യേകതരം കരുത്ത് തരും. ആ കരുത്ത് എന്നുള്ളത് വേദനയായി കണ്ടാൽ എവിടെയെങ്കിലും ഒരിടത്ത് വെറുതെ ഇരിക്കാനായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ ആ പെയിനിനെ എടുത്ത് കരുത്താക്കി മാറ്റി ആ കരുത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെയാണോ പാഷൻ ഉള്ളത്, നിങ്ങൾക്ക് എവിടെയാണോ മുന്നേറാൻ ആഗ്രഹമുള്ളത്, അവിടെ ശക്തമായ രീതിയിൽ പണിയെടുക്കുക എന്നുള്ളതാണ് ഒരു മികച്ച സൊല്യൂഷൻ. കാരണം ഈ പെയിൻ എന്നുള്ളത് നമുക്കൊരു സ്ട്രെങ്ത് ആക്കി മാറ്റാൻ കഴിയും. എല്ലാ വ്യക്തികൾക്കും ആ പെയിനിനെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ കഴിയില്ല. ആ പെയിനിനെ പ്ലഷർ ആക്കി മാറ്റുന്ന ആൾക്കാരാണ് റിയൽ ക്യാരക്ടർ ഹോൾഡേഴ്സ്. നല്ലൊരു ക്യാരക്ടറിന് ഉടമ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഡിസപ്പോയിന്റ്മെന്റ്സിലൂടെ ഉണ്ടാകുന്ന പെയിൻ പ്രോസസ്സിനെ എടുത്ത് കരുത്തമായ രീതിയിൽ നമ്മുടെ വിഷൻ എവിടെയാണോ അവിടേക്കായി ഉപയോഗിക്കുക എന്നുള്ളത് ഉറപ്പായും നമ്മളെ മുന്നേറാൻ സഹായിക്കും. ഡിസപ്പോയിന്റ്മെന്റ്സിനെ കവർ ചെയ്ത് മുന്നോട്ട് പോകാനും സഹായകരമാകും. നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ബാറ്റിൽ ബഡീസ്. നമുക്ക് ഇതേപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ, നിരാശ ഉണ്ടാകുമ്പോൾ നമുക്ക് കൈകൊടുത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു സുഹൃത്തിനെ കണ്ടെത്തുക. ചില ബാറ്റിൽ ബഡീസ് എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് എല്ലാം ശരിയാവുമടാ എന്ന് പറയുന്ന ചില സുഹൃത്തുക്കൾ, അവരെ കൃത്യമായ രീതിയിൽ കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവർക്കൊരു പക്ഷേ നാം ആയിരിക്കും ബാറ്റിൽ ബഡീസ്, നമുക്ക് അവരായിരിക്കും നമ്മുടെ ബാറ്റിൽ ബഡീസ്. ഇത്തരത്തിൽ ബാറ്റിൽ ബഡീസിനെ കണ്ടെത്തിയാൽ
നമുക്ക് ചിന്ത അവസാനിച്ച് നിൽക്കുന്ന സമയത്ത് ചിന്തിച്ചുകൊണ്ട് മുന്നേറാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ അവർക്ക് സാധിക്കും. അവരെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രൊഫഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യുന്നത്. കാര്യം പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിസപ്പോയിന്റ്മെന്റ്സിനെ എങ്ങനെ കവറപ്പ് ചെയ്യാമെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും. ഒരു മാനസിക രോഗിയാണ് താൻ, അതുകൊണ്ട് തനിക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്നും കാണാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കേണ്ട. നമുക്കൊരു പനി വന്നാൽ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ മാനസികമായി ഡിസപ്പോയിന്റ്മെന്റ് വരുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിനെ ഒരു തെറ്റായേ കാണേണ്ട ആവശ്യമില്ല. പ്രൊഫഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ പ്രൊഫഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യുക. ആദ്യഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ബാറ്റിൽ ബഡീസിന്റെ സഹായത്തോടു കൂടി മുൻപോട്ട് പോകാം. അഞ്ചാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: ഫോക്കസ് ഓൺ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഡിസപ്പോയിന്റ്മെന്റ്സ് പലപ്പോഴും ഉണ്ടാകുന്നത് പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ്. നമ്മൾ ആ പാസ്റ്റിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ മികച്ച ഒരു ഫ്യൂച്ചറിനെ നാം നഷ്ടപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഓൺ യുവർ ഫ്യൂച്ചർ. എന്താണോ നിങ്ങളുടെ മനസ്സിലെ വിഷൻ, എവിടെ എത്തിച്ചേരാനാണോ നിങ്ങളുടെ ആഗ്രഹം, അവിടെ ഫോക്കസ് ചെയ്യുക. ഡിസപ്പോയിന്റ്മെന്റ്സിലുള്ള ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്ത് മുൻപോട്ട് പോകുന്നത് പലപ്പോഴും ഡിസപ്പോയിന്റ്മെന്റ്സിനെ പെട്ടെന്ന് അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, കൃത്യമായ ഒരു ഗോളുള്ള വ്യക്തിക്ക് ജീവിതത്തിൽ ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിനെ കവർ ചെയ്ത് ശക്തമായി മുൻപോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ഗോളില്ലാത്തൊരു വ്യക്തി ഡിസപ്പോയിന്റഡ് ആയാൽ ഒരു വശത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായ ഗോളുകൾ പലപ്പോഴും ഡിസപ്പോയിന്റ്മെന്റ്സിനെ കവറപ്പ് ചെയ്ത് മുൻപോട്ട് പോകാൻ നല്ലൊരു സപ്പോർട്ട് നമുക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഫോക്കസ് ഓൺ യുവർ ഫ്യൂച്ചർ ഫോർ കവറിംഗ് അപ്പ് ഡിസപ്പോയിന്റ്മെന്റ്സ്. You can't change your past, but you can courageously move into the future. ശക്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് ഫ്യൂച്ചറിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കരുത്തുണ്ട്. ജീവിതത്തിൽ ഡിസപ്പോയിന്റ്മെന്റ്സ് വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന 5 കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാണ്. നമ്പർ 1, അക്നോളജ് അല്ലെങ്കിൽ അംഗീകരിക്കുക. നമ്പർ 2, ലേൺ ഫ്രം ഇറ്റ്. കാര്യങ്ങളെ പഠിക്കാനുള്ള ഒരു അവസരമായി അതിനെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക. നമ്പർ 3, കൺവേർട്ട് പെയിൻ ടു ആക്ഷൻ. വേദന എന്ന് പറയുന്ന ശക്തിയെ നമുക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ കാര്യത്തിലേക്കുള്ള വർക്കായ രീതിയിൽ കൺവേർട്ട് ചെയ്യുക. നമ്പർ 4, ഫൈൻഡ് ബാറ്റിൽ ബഡീസ്. നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആരോടാണോ സംസാരിക്കേണ്ടതെന്ന് കൃത്യമായി ധാരണ ഉണ്ടാക്കി വെക്കുക. ആൻഡ് നമ്പർ 5, ഫോക്കസ് ഇൻ ടു യുവർ ഫ്യൂച്ചർ. പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് മൂവ് ചെയ്യാനായി മാനസികമായി തയ്യാറാവുക, മുൻപോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഡിസപ്പോയിന്റ്മെന്റ്സ് നിങ്ങൾക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ഡിസപ്പോയിന്റ്മെന്റും അതിനെ കവറപ്പ് ചെയ്യാനായി നിങ്ങൾ ചെയ്ത സ്ട്രാറ്റജിയും ഈ വീഡിയോയുടെ താഴെ കമന്റായി പോസ്റ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന, ഈ കമന്റുകൾ വായിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായി മാറിയെന്നിരിക്കും. Thank you for watching this video. Wishing you all the very best. NK signing off.